പണി എന്ന ഒരു സിനിമ പുള്ളി ചെയ്തു. വളരെ കഴിവുള്ള മനുഷ്യനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ആക്ച്വലി ജോജു ജോർജ്. കാരണം പുള്ളി വളരെ എഫേർട്ട് എടുത്ത് വളരെ ത്യാഗങ്ങൾ സഹിച്ച് അത്രയും ഇതിൽ കയറി വന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക തന്നെ വേണം. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറുമാണ് പുള്ളി. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു തെറ്റ് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയല്ല വേണ്ടത്. ഇപ്പം മമ്മൂക്ക അടുത്തൊക്കെ ആൾക്കാർ കാണിക്കുന്നത് പോലെ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്താണ് പറയുന്നത് ആൾക്കാർ. എന്തിനാണത്? അത് സ്നേഹം കുറയോ? അങ്ങനെയല്ല. നമ്മൾ ഒരാളുടെ ഇപ്പോൾ എൻ്റെ തെറ്റുകൾ ഒരാൾ കാണിച്ചു തരുമ്പോൾ സ്നേഹം കൂടത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. നമ്മൾ ആ തെറ്റുകൾ അടിക്കുകയല്ലോ ചെയ്യുക, അത് സ്നേഹം ഉണ്ടായിട്ടാണ്. ഇപ്പോൾ മാതാപിതാക്കൾ തന്നെ മക്കളെ അവരുടെ പിന്നെ അടിക്കുക ഒന്നും വേണ്ടല്ലോ. അവരുടെ തെറ്റുകൾ അവർ ചെയ്യുന്ന എല്ലാം ഇപ്പോൾ എൻ്റെ മക്കളെടുത്ത് എനിക്ക് സ്നേഹം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന തെറ്റിനെ കൂടെ അതിൻ്റെ കൂടെ അംഗീകരിച്ച് വിടലല്ല ജോലി. മനസ്സിലായി? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ പേര് വെച്ചത് കൊണ്ടാണ്, അതായത് അദ്ദേഹത്തിൻ്റെ പേര് ജോജു ജോർജ് എന്ന് ആ സിനിമയിൽ ടൈറ്റിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ് വെച്ചത് കൊണ്ടാണ് ആ സിനിമ കാണാത്തതെന്ന്. 100% അത് തെറ്റായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളെന്ന് പറയുന്നത് ഒന്നും നോക്കിയിട്ടല്ല, ഒരു പേരിൻ്റെ പടം നല്ലതാണോ, കഴിവുണ്ടോ, അംഗീകരിക്കപ്പെടും. പൃഥ്വിരാജ് ഇവിടെ വന്ന സമയത്ത് പൃഥ്വിരാജ് വളരെ നട്ടലുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം സാധാരണ ഈ കുറച്ച് നട്ടലോട് നിൽക്കുന്നവരുടെ അടുത്ത് മലയാളികൾക്ക് ഒരു ചെറിയ ഇതുണ്ടാവുമെങ്കിലും അദ്ദേഹത്തിൻ്റെ നല്ല വർക്കുകൾ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് നല്ല വർക്കുകൾ വന്നു കഴിഞ്ഞാൽ 2 കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കുന്നത്. മലയാളികൾക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. എന്നാൽ എല്ലായിടത്തേക്കാളും ഏറ്റവും വലിയൊരു ക്വാളിറ്റിയുമാണത്. അത് നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മുടെ ഓഡിയൻസ് അങ്ങനെ ചെയ്യില്ല. ഒരു ഓഡിയൻസും ചെയ്യില്ല, പ്രത്യേകിച്ച് മലയാളികൾ ചെയ്യില്ല.